ഹലോ എവരിവൺ. അപ്പൊ എല്ലാവർക്കും ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്നലെ നമ്മൾ പവർ ഹൗസ് കൂലി സിനിമയിലെ സോങ് റിയാക്ട് ചെയ്തേ ഉള്ളൂ. അപ്പൊ ഇന്ന് നമ്മുടെ എന്റെ ഫേവറേറ്റ് നടനാണ്, നമുക്ക് പലർക്കും ഫേവറേറ്റ് ആണ്, നടിപ്പിൻ നായകൻ സൂര്യ. അപ്പൊ സൂര്യയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഇന്ന് ബർത്ത്ഡേ വിഷുകൾ, ഒരു ബർത്ത്ഡേ വിഷ് കൊണ്ട് നമ്മൾ തുടങ്ങാണ്. ഹാപ്പി ബർത്ത്ഡേ ടു സൂര്യ. അപ്പോ ഇന്ന് സൂര്യയുടെ കറുപ്പ് എന്ന് പറഞ്ഞ സിനിമയുടെ ടീസർ വരും എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അതപ്പോ എത്ര മണിക്ക് വരും എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകുന്നേരമായിരിക്കും എന്നാണ് വിചാരിച്ചത്. ഇപ്പൊ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോഴാണ് എവിടെ ഒന്നും ഇല്ലാണ്ട് ഈ വീഡിയോ അപ്ലോഡ് ആയെന്ന് കാണുന്നു. അപ്പൊ പിന്നെ ആലോചിച്ച് സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, ഈ സംഭവം നമുക്ക് റിയാക്ട് ചെയ്യാം. എങ്ങനെയുണ്ടെന്ന് അറിയാം. ഇത് വലിയ ഹൈപ്പ് പലർക്കും ഉണ്ടോന്ന് ചോദിച്ചാൽ കഗുവയ്ക്ക് ശേഷം വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നില്ല. റെട്രോ ഹൈപ്പ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും റെട്രോ എനിക്ക് മോശമായിട്ട് തോന്നുന്നില്ല. സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സിനോടൊക്കെ അടുത്തപ്പോഴേക്കും ഉണ്ടായിരുന്ന ഒരു ഫ്ലോ പോയ ഒരു ഇതുണ്ടായിരുന്നു. എന്നാലും തരക്കേടില്ലാത്തൊരു സിനിമയായിരുന്നു. കങ്കുവെ വെച്ച് നോക്കുമ്പോ വേ ബെറ്റർ. അപ്പോ ഒരു സൂര്യ എന്ന് പറയുന്ന ഒരു നടനെ, അല്ലെങ്കിൽ സൂര്യ എന്ന് പറയുന്ന ഒരു സ്റ്റാറിനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ കണ്ടിട്ട് കുറെ നാളായി. അപ്പൊ അതായിരിക്കും ഈ സിനിമ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോ അടുത്ത വെങ്കി അറ്റ്ലൂരി സിനിമയാണ് ചെയ്യുന്നതെന്ന് കേൾക്കുന്നുണ്ട്. വെങ്കി അറ്റ്ലൂരി തന്നെയല്ലേ? ലക്കി ഭാസ്കറിന്റെ ആൾ വെങ്കി അറ്റ്ലൂരിയാണെന്ന് തോന്നുന്നു. പിന്നെ ഡയറക്ടർ സിനിമയാണെന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ജിത്തു മാധവന്റെ ഒപ്പം സിനിമയാണെന്ന് കേൾക്കണൊക്കെ ഉണ്ട്. അറിയില്ല. എന്തായാലും നമുക്ക് റിയാക്ഷനിലേക്ക് കടക്കാം. കറുപ്പ് ടീസർ പറഞ്ഞ கற்பூரம் காட்டி கண்ணில் ஒத்திக்கிற சாந்தமான சாமி இல்ல. மனசார வேண்டிட்டு மழை அரைச்சா உடனே நியாயம் கொடுக்கிற முரட்டுத்தனமான சாமி. എന്റെ പൊന്നെ, என் பேரு சரவணன். എ- என்னோட பேரு എന്ത് ലുക്കണി മനുഷ്യനില്! ഏറ്റമ്മോ പൊളി! ശ്ശോ. ഇത് ഫുൾ ഓൺ ഫുൾ സൂര്യ സാധനം. ഏറ്റ പൊന്നെ, ഒരു രജനി ടച്ച് പോകുന്നുണ്ട് സംഭവം. അഞ്ചാൻ பாய், இது நம்ம டைம். ഗജനി. എന്റെ പൊന്നോ, சூப்பரா இருக்குடா. ബീജമും രക്ഷയില്ല, സൂര്യ രക്ഷയില്ല. ആർ ജെ ബാലാജി എന്തിട്ട് ചെയ്ത് വെച്ചേക്കണം. എന്റെ ഓ ലുക്ക് മനുഷ്യന്റെ! ഏറ്റ മോനെ, ഇതൊരു തരം ഓ കിലു മനുഷ്യനെ കണ്ടിട്ട് സത്യം പറഞ്ഞ പറയാതിരിക്കാൻ വയ്യ. അത് ഞാനൊരു കട്ട സൂര്യ ഫാനാ. അപ്പൊ സത്യം പറയാലോ, സൂര്യയുടെ മാത്രമല്ല, ഞാൻ കംപ്ലീറ്റ്ലി ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ വിജയുടെ ആണെങ്കിലും ലാസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ തിയേറ്ററിൽ ഇരുന്ന് പുള്ളി കണ്ടിട്ട് ഓ കലക്കി എന്ന് ഫീൽ ചെയ്തിട്ടുള്ള സിനിമ ലാസ്റ്റ് ഞാൻ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കണ്ടത് മർസൽ എന്തായിരുന്നു. പിന്നീട് ശരിയാണ്, മാസ്റ്റർ വന്നു, ലിയോ വന്നു, ഇതിലെ ക്യാരക്ടേഴ്സ് രസമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പലർക്കും സിനിമകൾ അവിടെ പോരാ ഇവിടെ പോരാ. പ്രത്യേകിച്ച് ലിയോന്റെ ഒക്കെ സെക്കൻഡ് ഹാഫ് എന്തോ ഒരു ലിയോന്റെ ബാക്ക് സ്റ്റോറി ശരിയാവാഞ്ഞ തോന്നി. അല്ലാത്ത പക്ഷം വളരെ രസമുണ്ടായിരുന്നു. ഹിസ്റ്ററി ഓഫ് വയലൻസ് മെനയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. സൂര്യയുടെ കാര്യം പിന്നെ പറയണ്ട. സൂര്യ കുറെ സമയമായിട്ട് എക്സ്പെരിമെന്റൽ സാധനം ചെയ്യുന്നോണ്ട് മര്യാദയ്ക്ക് ഒരു മാസ് പടം കണ്ടിട്ട് തന്നെ കുറെ നാളായി. അപ്പൊ അതിനിടയിൽ ഇങ്ങനൊരു സിനിമ അവിടെ നിന്ന് രണ്ടുപേരുന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ ഞാനാണെങ്കിലും ഒന്നാമത് ലുക്ക് സൂര്യയുടെ, എന്റെ അമ്മോ, ഈ മനുഷ്യൻ എന്ത് ലുക്കിന് ഇത്രയും പ്രായത്തിലുമാണ് എനിക്ക് മനുഷ്യൻ അത്ഭുതം. ഒരു രജനി ടച്ചൊക്കെ അടിക്കുന്നുണ്ട് ഇടയിൽ. അവിടെ ഇവിടെയൊക്കെ കുറെ ഒരു വിജയ്, രജനി, ഇവരൊക്കെ കുറെ സൂര്യയുടെ തന്നെ ഇങ്ങനെ ഗജിനി, ഈ സിനിമയിലൊക്കെ കുറെ എന്താ പറയാ, ഈ സിനിമയിലെ നടന്മാരുടെയൊക്കെ കുറെ റെഫറൻസുകളും അല്ലെങ്കിൽ ഇതൊക്കെ കുറെ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്.
മ്യൂസിക് ആണല്ലോ അത്. സായി അഭ്യങ്കർ ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ട് ഒരു ഫുൾ ലെങ്ത് പടത്തിന് BGM ചെയ്ത് ഞാൻ കേൾക്കണത്. ഒരു ഫുൾ ലെങ്ത് അല്ല, ടീസർ ആണെന്നുണ്ടെങ്കിലും. പക്ഷെ സംഭവം ഒരു രക്ഷയില്ല. RJ ബാലാജി ഇമാതിരി ഐറ്റം പിടിക്കും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ കുറച്ച് മുക്കുത്തിയമ്മന്മാരത്തെ നല്ല ഭക്തിപ്പടമായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. അല്ല, ഉണ്ട്. എന്നാലും ഇത് സൂര്യയുടെ ഇത് തിയേറ്ററിൽ ആഘോഷിക്കാനുള്ള സംഭവമുണ്ട്. ഇനി പടം ഹിറ്റ് ആവുമോ ഇല്ലയോ എന്നുള്ളത് ജനങ്ങളുടെ കയ്യിലാണെന്നുള്ളതേ ഉള്ളൂ. അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നിട്ട് സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സൂര്യയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ പോലെ. അപ്പോ ആളുടെ സിനിമകളുടെ ഇനി അപ്ഡേറ്റുകൾ വരുമോ ഇല്ലയോ എന്നുള്ള അറിയില്ല. ഞാൻ കാത്തിരിക്കണിപ്പോ ജിത്തുമാധവൻ സിനിമയുടെ ഇങ്ങനെ വരണു എന്ന് കേൾക്കണുണ്ട്. ഉണ്ടെങ്കിൽ അതിന്റെ കൺഫർമേഷൻ ഉണ്ടാവണേ എന്നുള്ളതാണ് ഞാൻ കാത്തിരിക്കുന്ന ഒരു കാര്യം. ഒരു രക്ഷയില്ല. കറുപ്പ് ഇതിപ്പോ ഹൈപ്പ് ഉണ്ടാവേണ്ട ഒരു സിനിമയായിരുന്നു. ഇപ്പൊ എനിക്ക് ഹൈപ്പ് ആയിട്ടുണ്ട്. ഞാനിത് തിയേറ്ററിൽ തന്നെ പോയി കാണുമല്ലോ സിനിമ. അപ്പൊ അതാണ്. ഇനി അടുത്തത് മിക്കവാറും ഞാനൊരു വാർ 2 ടീസറോ ട്രെയിലറോ ഒന്നോ വരണമെന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല സിനിമ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. എന്തായാലും ട്രെയിലർ ഞാൻ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. ഫാന്റാസ്റ്റിക് 4 ഞാൻ തിയേറ്ററിൽ കാണുന്നതായിരിക്കും. അപ്പൊ അതിന്റെ റിവ്യൂ ഒക്കെ ആയിട്ട് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പൊ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.